ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 26 19/3/1987. ഞാനിവിടെയുണ്ട്, ഇത് ഞാനാണ് യേശു. ബസൂല, നിന്നെ തന്നെ എന്നിലേക്ക് ഉയർത്തുക. നീ പരിപൂർണയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സന്തോഷിപ്പിക്കുകയും പരിപൂർണയായി തീരുകയും ചെയ്യുക. പരിപൂർണയായി തീരുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? എനിക്ക് വാക്കുകൾ ഇല്ലാതായി. നീ പരിപൂർണയായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വസൂല, ഞാനിത് നിന്നോട് ആവശ്യപ്പെടുന്നു. എന്നാൽ കർത്താവെ, പരിപൂർണയായി തീരുക തികച്ചും അസാധ്യമാണ്. എന്നെ സംബന്ധിച്ച് എന്റെ അവസ്ഥയിൽ നല്ലവളായി തീരുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. വസൂല, പരിപൂർണയായി തീരുവാൻ ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഞാൻ സത്യമായി നിന്നോട് പറയുന്നു, ഇത് അസാധ്യമായ ഒരു കാര്യമല്ല. എന്നാൽ ഇപ്രകാരം നിന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് നീ എന്നെ അനുവദിക്കണം. നിന്നെ തന്നെ പരിപൂർണമായി നീ എനിക്ക് വിട്ടുതരണം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ രൂപപ്പെടുത്തിയെടുക്കും. യേശുവെ, ഞാൻ എന്തെങ്കിലും പരിപൂർണയായി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നത് വിഷമകരമാണ്. അതൊരു പാറയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് സമാനമായിരിക്കും. വസൂല, വസൂല, നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? ഞാൻ ദൈവമാണ്. പാറകളെപ്പോലും ഞാൻ ആഗ്രഹിക്കുന്ന വിധം രൂപപ്പെടുത്തിയെടുക്കുവാൻ എനിക്ക് സാധിക്കും. ഞാൻ എന്തിനാണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? അറിയാം കർത്താവേ. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നീ ബലഹീനയായതുകൊണ്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. നിന്റെ ബലഹീനത എന്നെ ആകർഷിക്കുന്നു. കുഞ്ഞെ, വന്ന് എന്റെ ഹൃദയത്തെ തൊട്ട് അനുഭവിച്ചറിയുക. എന്റെ ഹൃദയം സ്നേഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. വന്ന് എന്റെ ഹൃദയത്തെ നിന്റെ മനസ്സുകൊണ്ട് അനുഭവിച്ചറിയുക. വസൂല, നീ ഇതിന് തയ്യാറാണോ? എന്നെ അനുഭവിച്ചറിയുക. ഞാൻ ഭയചകിതയായി സ്തംഭിച്ചുപോയി. എന്നെ ദുഃഖിപ്പിക്കാതിരിക്കുക. വന്ന് എന്റെ ഹൃദയത്തെ തൊട്ട് അനുഭവിച്ചറിയുക. നീ എന്നെ തൊട്ട് അനുഭവിച്ചറിയുന്നില്ല. യേശുവിന്റെ സ്നേഹം അനുഭവിച്ചറിയുക എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇല്ല, ഞാൻ അങ്ങയെ തൊട്ട് അനുഭവിച്ചറിഞ്ഞിട്ടില്ല. എനിക്കതിനുള്ള ധൈര്യമില്ലായിരുന്നു. എന്താണ് നിന്റെ പ്രശ്നമെന്ന് എന്നോട് പറയാമോ? ഇപ്പോൾ എനിക്ക് അതിനൊട്ടും കഴിയുന്നില്ല. എന്തുകൊണ്ട് നിനക്ക് കഴിയുന്നില്ല? എനിക്ക് ലജ്ജ തോന്നി. എന്തെന്നാൽ യേശുവിന്റെ മുമ്പിൽ ഞാൻ അയോഗ്യയാണെന്ന് എനിക്ക് തോന്നി. എന്റെ ലജ്ജ തന്നെ. അങ്ങയെ അഭിമുഖീകരിക്കാനുള്ള ലജ്ജ എനിക്കുണ്ട്. വസൂല, എന്തുകൊണ്ടാണത്? എന്നെ ദുഃഖിപ്പിക്കരുതേ. നിന്റെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറയൂ. അങ്ങയുടെ ഹൃദയത്തെ തൊടുന്നതിന് എനിക്ക് ലജ്ജ തോന്നി. അത് കുഷ്ഠരോഗിയെ പോലെയായ ഞാൻ പൂർണ്ണതയുള്ള ഒരാളിനെ സ്പർശിക്കുവാൻ വരുന്നത് പോലെയാണ്. അങ്ങയെ സമീപിക്കുവാൻ ഞാൻ ആരാണ്? ഓരോ പ്രാവശ്യവും നിന്റെ അയോഗ്യത നിമിത്തം നിനക്ക് ലജ്ജ തോന്നുമ്പോൾ ഞാൻ നിന്നെ കൂടുതലായി സ്നേഹിക്കുന്നു. എന്റെ അയോഗ്യത ഞാൻ തിരിച്ചറിഞ്ഞതിൽ യേശുവിന് സന്തോഷം തോന്നി. മകളെ, നമ്മൾ നിത്യതയോളം ഐക്യപ്പെട്ട് ഒന്നായിരിക്കുന്നതിനാലും നീ എന്റേതായിരിക്കുന്നതിനാലും നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ കടന്നുവരും. എന്റെ മണവാട്ടിയായിരിക്കുക വഴി നീ എന്നെ മഹത്വപ്പെടുത്തുന്നു. അത് നിന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഐക്യപ്പെട്ട് ഒന്നായി തീർന്നിരിക്കുന്നു. അതെ കർത്താവെ, എന്നാൽ നീ എന്തിനോടാണ് ഐക്യപ്പെട്ടിരിക്കുന്നതെന്ന് കാണുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വരൂ, നീ ഇപ്പോൾ എന്നിൽ ആശ്രയിക്കുക. വസൂല, എന്റെ ഹൃദയത്തെ തൊട്ട് അനുഭവിച്ചറിയുക. പിന്നീട് ഞാൻ അവിടുത്തെ ഹൃദയത്തെ തൊട്ടു നോക്കി. അത് വളരെ ഊഷ്മളവും സ്നേഹിക്കപ്പെടുവാനുള്ള ദാഹത്താൽ തീക്ഷ്ണമായി സ്പന്ദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്റെ ഹൃദയം തൊട്ടു നോക്കിയതിൽ നിനക്ക് ലജ്ജ തോന്നേണ്ടതില്ല. നിന്റെ ദൈവമായ ഞാനാണ് നിന്നോട് ഇത് ആവശ്യപ്പെടുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ ഉപയോഗപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കുക. നിന്നെ ചുംബിക്കുവാൻ എന്നെ അനുവദിക്കുക. എനിക്ക് സംശയം തോന്നി. എന്നെ തെറ്റിൽ വീഴിക്കുവാനുള്ള തിന്മയുടെ ശ്രമമാണിതെന്ന് എനിക്ക് തോന്നി. ഞാൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ഭയപ്പെടേണ്ട. ഞാൻ വളരെ ശ്രദ്ധാലുവായിരുന്നു. തിന്മയുടെ സ്വാധീനം എനിക്ക് ചുറ്റും അനുഭവപ്പെട്ടില്ലെങ്കിലും എന്റെ സംശയം തുടർന്നു. ഭയപ്പെടേണ്ട. എനിക്ക് എന്നെ തന്നെ സ്വതന്ത്രമാക്കുവാൻ കഴിഞ്ഞില്ല.
കുഷ്ഠരോഗി എന്ന പോലുള്ള ചിന്ത പിന്നെയും എന്റെ മനസ്സിലുണ്ടായി. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? ഉവ്വ യേശുവേ. പിന്നെ എന്തുകൊണ്ടാണ് എന്റെ ചുംബനം നീ നിരസിക്കുന്നത്? അങ്ങയുടെ ഒരു ചുംബനത്തിന് എനിക്ക് അർഹതയില്ലാത്തതിനാൽ. വസൂല, എനിക്ക് യാതൊന്നും നിഷേധിക്കരുതെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് നിന്റെ ഉത്തരം എന്തായിരുന്നു? ഞാൻ അങ്ങേക്ക് യാതൊന്നും നിരസിക്കുകയില്ലെന്ന്. അപ്പോൾ എന്റെ ചുംബനം നീ എന്തിനു നിഷേധിക്കുന്നു? വസൂല, എന്നെ ഒരിക്കലും നിരസിക്കരുത്. ഞാൻ നിന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് സ്നേഹത്തിൽ നിന്നാണ്. നിന്നെ ചുംബിക്കുവാൻ എന്നെ അനുവദിക്കുക, എന്നെ അതിന് അനുവദിക്കുക. ഇപ്പോൾ നിന്നെ ചുംബിക്കുവാൻ എന്നെ അനുവദിക്കുമോ? എന്റെ അടുക്കൽ വന്ന് എന്റെ ചുംബനം സ്വീകരിക്കുക, നിന്റെ നെറ്റിത്തടത്തിൽ ഞാൻ നൽകുന്ന സ്വർഗീയ ചുംബനം. നീ തയ്യാറാണോ? യേശു എന്നെ നെറ്റിത്തടത്തിൽ ചുംബിച്ചു. അവിടുന്ന് എന്നെ ആനന്ദ പാരവശ്യത്തിലാക്കി. എനിക്കത് വാക്കുകളിൽ വിശദീകരിക്കുവാൻ കഴിയുകയില്ല. അടുത്ത 2 ദിവസങ്ങളിൽ എനിക്ക് ഭാരമില്ലായ്മയും കണ്ണാടിയുടേതുപോലെയുള്ള സുതാര്യതയും അനുഭവപ്പെട്ടു. എന്റെ ശ്വാസോച്ഛ്വാസം എന്റെ ശ്വാസകോശത്തിൽ നിന്ന് ശരീരം മുഴുവൻ വ്യാപിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 20-3-1987. വസൂല, ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ. അവസാനം വരെയും എന്നെ സ്നേഹിക്കുക. എന്തെന്നാൽ അവസാനം മാധുര്യമുള്ളതായിരിക്കും. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. അങ്ങ് എത്രമാത്രം സഹിച്ചിട്ടുണ്ടാകും? എന്റെ സഹനങ്ങൾ വൃഥാവിലായിട്ടില്ല. ഞാൻ നിന്നെ തിന്മയിൽ നിന്നും വിമോചിപ്പിച്ചു. വല്ലപ്പോഴൊക്കെ അങ്ങേക്ക് സന്തോഷവാനാകാമല്ലോ. എന്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പമായിരിക്കുമ്പോൾ ഞാൻ സന്തോഷവാനാണ്. അവർ അങ്ങേ സന്തോഷിപ്പിക്കുന്നുണ്ടോ? അതെ, അവർ എന്റെ സങ്കടം എടുത്തു മാറ്റുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അങ്ങയോടൊപ്പം ഉണ്ടാകാതിരുന്നത് കഷ്ടമായി പോയി. മകളെ, ഞാൻ ഇപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. യേശുവേ, അങ്ങ് എനിക്ക് ഇന്നലെ ചുംബനം നൽകിയതിനു ശേഷം ഇന്നു മുഴുവനും ഞാൻ അങ്ങയിൽ ലയിച്ചു ചേർന്നതുപോലെയുള്ള അനുഭവം എനിക്കുണ്ടായി. ഞാൻ സുതാര്യമായതുപോലെ അനുഭവപ്പെടുന്നു. അത്യധികമായ ശാന്തി ഞാൻ അനുഭവിക്കുന്നു. ഞാൻ ശൂന്യമായതുപോലെ ഒരു ഭാരരഹിതാനുഭവം എനിക്ക് അനുഭവപ്പെടുന്നു. വസൂല, ഞാൻ സമാധാനമാണ്. എന്റെ സമാധാനം എപ്പോഴും ഞാൻ നിനക്ക് നൽകുന്നതാണ്. നിന്നെ മുഴുവനും എന്നോട് ചേർക്കുക. നിന്നെ ഞാൻ എന്നിൽ ലയിപ്പിക്കാം. ഹാ വസൂല, എന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് എന്റെ സമാധാനം അനുഭവിക്കുക. ഞാനിപ്പോഴും നിന്നെ രൂപപ്പെടുത്തുന്നതിന് നിനക്കിപ്പോൾ സമ്മതമാണോ? അതെ യേശുവേ, എനിക്ക് എപ്പോഴും സമ്മതമാണ്. അതെ, എനിക്കിഷ്ടമുള്ളതെന്തും നിന്നോട് പ്രവർത്തിക്കുവാൻ എന്നെ അനുവദിക്കുക. ഞാൻ നിന്നെ എന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന വിശുദ്ധിയും ഭക്തിയുമുള്ള ഒരാളായി രൂപപ്പെടുത്തും. എന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്റെ ശക്തിയാൽ നീ പരീക്ഷണങ്ങളെ നേരിടും. ഒരു അരുവിയായി ഒഴുകിത്തുടങ്ങുന്ന എന്റെ വചനം പിന്നീട് കുതിച്ചൊഴുകി സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു സമുദ്രമായി രൂപാന്തരം പ്രാപിക്കും. പിന്നീട് വസൂല, നീ എന്തുകൊണ്ടാണ് എന്നെ സ്തുതിക്കാത്തത്? അന്ധകാരത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചെടുത്ത നിന്റെ കർത്താവാണ് ഞാൻ. നീ ആരാണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും നികൃഷ്ടരായവരുടെ ഇടയിൽ തന്നെ ഏറ്റവും അധികം നികൃഷ്ടയായവളാണ് നീ. ഞാൻ നെടുവീർപ്പെട്ടു. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വസൂല, നിന്നെ വിമോചിപ്പിച്ചതിന് എന്നെ സ്തുതിക്കുക. എന്താണ് പറയേണ്ടതെന്നറിയാതെ ഞാൻ മടിച്ചു നിന്നു. ഇപ്രകാരം പറയുക: എന്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ സമൃദ്ധമായ സ്നേഹവും കാരുണ്യവുമാണ് അങ്ങയുടെ പ്രകാശം എനിക്ക് കാണിച്ചു തന്നത്. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ഈ പ്രാർത്ഥന ഞാൻ ആവർത്തിച്ചു പ്രാർത്ഥിച്ചു. 21-3-1987. ഇത് ഞാനാണ്, യേശു. വസൂല, പ്രിയപ്പെട്ടവളെ, മനസ്സുകൊണ്ട് എന്നെ വിവേചിച്ചറിയുവാൻ നീ പരിശീലിക്കാമോ? വസൂല, എന്നെ നോക്കുക. ഞാൻ അവിടുത്തെ നോക്കി. അതെ, ശരി. അങ്ങയുടെ കരങ്ങൾ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണോ? അതെ, ശരി. ഇപ്പോൾ അങ്ങയുടെ കരങ്ങൾ പരസ്പരം മടക്കി വെച്ചിരിക്കുന്നു. അതെ, ശരി. ഇപ്പോൾ അങ്ങയുടെ ഒരു കരം ഉയർത്തി അങ്ങയുടെ മുഖത്തേക്ക് ആ കരം അടുപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചൂണ്ടുവിരൽ അങ്ങയുടെ കവിൾത്തടത്തിലേക്ക് ചേർത്ത് വച്ചിരിക്കുന്നു. അങ്ങയുടെ മറ്റേ കരം പൂർവ്വസ്ഥിതിയിൽ തന്നെ വച്ചിരിക്കുന്നു.
അങ്ങ് എന്തെങ്കിലും ചിന്തിക്കുകയാണോ? അത് ശരിയാണ്. ഞാൻ എന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുകയായിരുന്നു. വസൂല, എന്നെ നോക്കുക. അങ്ങയുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ടോ? അങ്ങയുടെ വലതു കൈകൊണ്ട് അങ്ങയുടെ മേലങ്കിയുടെ ഇടതു ഭാഗത്തു നിന്ന് ആ പുസ്തകം അങ്ങെടുത്തു. എന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വളരെ വലുതല്ല. വളരെ കൃത്യമാണ്. വസൂല, നീ എന്നെ ശരിയായി വിവേചിച്ചറിയുന്നുണ്ട്. ഈ പുസ്തകത്തിനുള്ളിൽ നോക്കി അതിലുള്ളത് വായിക്കുക. ഞാൻ വായിക്കുവാൻ ശ്രമിക്കുന്നു, പക്ഷെ എനിക്കത് വായിക്കുവാൻ കഴിയുന്നില്ല. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നീയാണ് എന്റെ ബലിപീഠം. യേശുവേ, ബാക്കി ഭാഗം എനിക്ക് വായിക്കുവാൻ കഴിയുന്നില്ല. വീണ്ടും വായിക്കുവാൻ പരിശ്രമിക്കുക. എന്റെ ബലിപീഠത്തിൽ. എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. ഞാൻ തെറ്റായി വായിക്കുന്നെന്ന് തോന്നുന്നു. കുഞ്ഞെ, എന്നെ കൂടാതെ നിനക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നിന്റെ ദേഹിയെ കുറെ കൂടി എന്നിലേക്ക് ഉയർത്തണം. വസൂല, ഞാൻ നിന്നെ സഹായിക്കാം. നിന്നെ പൂർണ്ണമായി എനിക്ക് വിട്ടുതരിക. ഒരിക്കലും ആശാഭംഗപ്പെടേണ്ട. പിന്നീട് എന്റെ പുസ്തകവുമായി ഞാൻ വരാം. എന്റെ ദേഹിയെ അവിടുത്തെ സന്നിധിയിലേക്ക് വേണ്ടത്ര ഉയർത്തുവാൻ എനിക്ക് കഴിയാത്തതിലും അതുവഴി അവിടുത്തെ നിരാശപ്പെടുത്തിയതിലും എനിക്ക് ആശാഭംഗമുണ്ടായി. എനിക്ക് പകരമായി മറ്റൊരാളെ അവിടുന്ന് കണ്ടെത്തിയേക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. അവിടുത്തെ ക്ഷമയ്ക്ക് പരിധിയുണ്ടല്ലോ. വസൂല, ഞാൻ നിനക്ക് പകരം വേറൊരാളെ തിരഞ്ഞെടുത്തേക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നീ എന്നെ വിശ്വസിക്കുമോ? വരൂ, നമുക്ക് അടുത്ത തവണ വീണ്ടും പരിശ്രമിക്കാം. നീ ഇപ്പോൾ ചെയ്തതുപോലെ നിന്റെ മനസ്സുകൊണ്ട് എന്നെ കൂടുതലായി വിവേചിച്ചറിയുവാൻ പരിശ്രമിക്കുക. വസൂല, നിന്റെ സ്വത്തും മുഴുവനും എന്നിലേക്ക് പ്രവേശിച്ച് എന്നിൽ ലയിച്ചു തീരട്ടെ. എന്നെ സ്നേഹിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുക. എന്റെ സന്നിധിയിലേക്ക് നിന്റെ ദേഹിയെ ഉയർത്തുക. നിന്റെ ദേഹിയെ എപ്രകാരമാണ് എന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നതെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. നമുക്ക് പോകാം. 22/3/1987. ശാന്തതയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ധൃതിയിലല്ല, നേരെ മറിച്ച് ശാന്തതയോടെ നീ പ്രവർത്തിക്കണം. ഞാൻ നിന്റെ പുസ്തകവുമായി തിരിച്ചു വന്നിരിക്കുന്നു. ഈ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ ഇതിനകത്ത് ഏതാനും പേരുടെ പേരുകളാണ് എഴുതിയിരിക്കുന്നത്. എന്റെ സ്നേഹത്തിന്റെ ജ്വാലയെ ഉജ്ജ്വലിപ്പിക്കാനുള്ളവരുടെ പേരുകൾ തന്നെ. ഞാൻ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഭാഗം നീ വായിക്കുമോ? വായിക്കാൻ കർത്താവേ. എന്നാൽ എനിക്ക് വായിക്കുവാൻ കഴിയാതിരുന്ന ആ ചെറിയ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ആകുലപ്പെടുന്നു. അതെനിക്കറിയാം. അതിന്റെ പുറംചട്ട നേർത്തതും സ്വർണ്ണ നിറമുള്ളതുമാണ്. അതെ, അതിന്റെ പുറംചട്ട സ്വർണ്ണ നിറത്തിലുള്ളതാണ്. പുസ്തകത്തിനുള്ളിൽ നോക്കി വായിക്കുക. ഞാൻ നിന്നെ എന്റെ ബലിപീഠമാക്കും. ഈ ബലിപീഠത്തിൽ എന്റെ ഹൃദയത്തിന്റെ തീക്ഷ്ണമായ ജ്വലിക്കുന്ന ആഗ്രഹങ്ങൾ ഞാൻ വയ്ക്കും. എന്റെ ജ്വാല നിന്നിൽ വസിക്കും. എന്റെ ഹൃദയത്തിൽ നിന്നുള്ളത് സ്വീകരിച്ച് നിന്റെ ഹൃദയത്തെ നിറയ്ക്കുക. കർത്താവായ ഞാൻ ഈ ജ്വാലയെ എന്നേക്കും ജ്വലിപ്പിച്ചു നിർത്തും. മകളെ, ഇപ്പോൾ നീ എന്റെ പുസ്തകം ചുംബിക്കാമോ? ഞാൻ അപ്രകാരം ചെയ്തു. ഞാൻ നിന്നോട് പറയാം. എനിക്കൊരു ചോദ്യമുണ്ടായിരുന്നു. എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു ആത്മീയ മാർഗനിർദ്ദേശമാണിത്. ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ. പിന്നീട് അനിശ്ചിതത്വത്തിന്റെയും സംശയത്തിന്റെയും ഓളങ്ങൾ എന്നെ മൂടിക്കളയുവാൻ തുടങ്ങി. വസൂല, ഭയപ്പെടേണ്ട. ഇത് ഞാൻ, യേശുവാണ്. പ്രിയപ്പെട്ടവളെ, എന്നെ ശ്രവിക്കുക. ഓരോ മാർഗനിർദ്ദേശത്തിനും അതിൻ്റെതായ സഹനങ്ങളുമുണ്ട്. എന്നാൽ നിനക്കുള്ള മാർഗനിർദ്ദേശത്തിൽ അനിശ്ചിതത്വമാണ് നിനക്ക് സഹനം തരുന്നത്. സഹനം നിന്റെ ദേഹിയെ ശുദ്ധീകരിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഈ സഹനം സ്വീകരിക്കുക. നിനക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നിന്നോട് പ്രവർത്തിക്കുവാൻ എന്നെ അനുവദിക്കുക. ഞാൻ നിന്നിൽ പ്രവർത്തിക്കട്ടെ. നിനക്ക് സമ്മതമാണോ? ഇതങ്ങാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. നിന്റെ രക്ഷകനായ യേശുവാണ് ഞാൻ. നമ്മൾ ഒന്നിച്ചു സഹിക്കും. നമ്മൾ ഒന്നിച്ചു പ്രവർത്തിക്കും. എന്നെ ആശ്രയിക്കുക. വരൂ, നമുക്ക് പോയി ഒന്നിച്ചു വായിക്കാം. പിന്നീട് ഇതാ ഞാൻ, എനിക്ക് വേണ്ടി ജീവിക്കുക. എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുക. വരൂ, എല്ലാം എന്റെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നെ ഒരിക്കലും നിരസിക്കരുത്. എന്റെ പദ്ധതികളെ തടസ്സപ്പെടുത്തുവാൻ തിന്മ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഞാൻ തന്നെ വിജയം വരിക്കും. അതിനാൽ എന്നിൽ ആശ്രയിച്ചുകൊള്ളുക. എന്നാൽ കർത്താവെ,
ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പരാതി പറയട്ടെ. വസൂല, എന്നോട് സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടുകൊള്ളുക. എന്നെ അത്യധികം വിഷമിപ്പിക്കുന്ന ചില സംഗതികൾ അങ്ങയോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഞാൻ പറയുന്നതും ചിന്തിക്കുന്നതുമെല്ലാം തെറ്റായിരിക്കും. വാസ്തവത്തിൽ എനിക്കൊരു യഥാർത്ഥ പിന്തുണ ലഭിക്കുന്നില്ല. ഞാൻ ഇവിടെ അങ്ങയുടെ സന്ദേശങ്ങൾ എഴുതിയെടുക്കുന്നു. എന്നെ പോലെ അങ്ങിൽ നിന്നുള്ള സന്ദേശങ്ങൾ ലഭിച്ചിട്ടുള്ളവർ എല്ലാവരും തന്നെ ആശ്രമങ്ങളിലോ മഠങ്ങളിലോ അംഗങ്ങളായിരുന്നു. ഇപ്രകാരം പ്രകൃത്യാതീതമായ രീതിയിൽ അവർക്ക് സന്ദേശങ്ങൾ ലഭിച്ചിരുന്നപ്പോൾ അവർ ആശ്രമാധികാരികളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലായിരുന്നു. ഇതുമൂലം ഈ സന്ദേശങ്ങൾ മേലധികാരികൾക്കും ബിഷപ്പിനും പോപ്പിനും എത്തിച്ചു കൊടുക്കുവാൻ അവർക്ക് പ്രയാസമില്ലായിരുന്നു. ഇതെല്ലാം ദൈവിക സന്ദേശങ്ങളാണെന്ന് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. തങ്ങളുടെ സമൂഹത്തിൽ ഉൾപ്പെട്ട ഒരാൾക്ക് ലഭിച്ച ഒരു സന്ദേശം എന്ന നിലയിൽ ഈ സന്ദേശം ഓരോന്നും അവർക്ക് അംഗീകരിക്കുവാനും താരതമ്യേന എളുപ്പമായിരുന്നു. ഈ സന്ദേശങ്ങൾ എല്ലാം അംഗീകരിക്കപ്പെട്ടു. എന്നാൽ എന്റെ കാര്യമോ? ഞാൻ പല പുരോഹിതന്മാരെയും ഈ സന്ദേശം കാണിച്ചു. അവർ കത്തോലിക്കരായിരുന്നു. മാമോദീസയിലൂടെ ഞാൻ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാംഗമാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കരാകട്ടെ, ഓർത്തഡോക്സുകാരാകട്ടെ, പ്രൊട്ടസ്റ്റന്റുകാരാകട്ടെ, അവരെല്ലാം ക്രിസ്ത്യാനികൾ തന്നെയാണ്. പല പുരോഹിതർക്കും ഇക്കാര്യം അറിയാം. ഞാൻ സന്ദേശങ്ങൾ കാണിച്ച പുരോഹിതന്മാർ ഓരോരുത്തരുടെയും നിലപാടുകൾ രാവും പകലും പോലെ വ്യത്യസ്തമായിരുന്നു. ഒരു പുരോഹിതൻ പറഞ്ഞത് ഞാൻ പിശാചു ബാധിത ആണെന്നായിരുന്നു. ഈ സന്ദേശങ്ങൾ പിശാചിൽ നിന്നും ലഭിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ എനിക്കറിയാം ഈ സന്ദേശങ്ങൾ സർവശക്തനായ ദൈവമായ അങ്ങയിൽ നിന്നാണ് വരുന്നതെന്ന്. ഈ സന്ദേശങ്ങൾ കുറച്ചു ഭാഗം വായിച്ചതിനു ശേഷം അദ്ദേഹം ഒരു നിഗമനത്തിൽ എത്തുകയായിരുന്നു. പിന്നീട് തന്റെ നിഗമനം തിരുത്തുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഞാൻ പിശാചു ബാധിത അല്ലെന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം പറയും ഈ സന്ദേശം ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം മൂലമാണെന്ന്. ഈ സന്ദേശം അങ്ങയിൽ നിന്നുള്ളതാണെന്ന കാര്യം മാത്രം വിശ്വസിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മറ്റൊരു പുരോഹിതൻ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, തുടർന്ന് എഴുതിക്കൊള്ളുക, കാരണം ഇത് ദൈവീകമാണ്. എന്നാൽ അതേസമയം ഇവ കൂടുതൽ വായിക്കുവാനോ ഉൾക്കൊള്ളുവാനോ അദ്ദേഹം തയ്യാറല്ല. ഇതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത്. മൂന്നാമത്തെ പുരോഹിതനോട് ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച് കൂടെ തന്റെ വാച്ചിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, കൊള്ളാം, തുടർന്നെഴുതുക, വളരെ അത്ഭുതകരം തന്നെ. കൂടുതലായി ഇതേപ്പറ്റി സംസാരിക്കുവാൻ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുവെങ്കിലും പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല. മറ്റൊരു പുരോഹിതനെ ഞാൻ ഇക്കാര്യങ്ങൾ അറിയിച്ചപ്പോൾ 1-2 പേജുകൾ വായിച്ചിട്ട് നൽകിയ മറുപടി, ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല, തിന്മയ്ക്കും ഇപ്രകാരം പ്രവർത്തിക്കുവാൻ കഴിയും എന്ന് വെച്ച് ഈ സന്ദേശങ്ങൾ തിന്മയിൽ നിന്ന് വരുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. ജാഗ്രതയോടെ ഇരിക്കുക. എന്നാൽ എന്റെ സങ്കടം, എല്ലാവരും തന്നെ ഇവ പ്രകൃത്യാതീതമാണെന്ന് പറയുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ സന്ദേശങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ അവർ പരിശ്രമിക്കുന്നില്ല? പ്രത്യേകിച്ച് എല്ലാവരും തന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന ഗണത്തിൽ പെട്ടവരായിരിക്കുമ്പോൾ. ഇവ തിന്മയിൽ നിന്നാണെന്ന് എന്നോട് പറഞ്ഞ ആദ്യത്തെ പുരോഹിതൻ പിന്നീട് പറഞ്ഞു, ദൈവം ഇത്തരം സന്ദേശങ്ങൾ ധാരാളം നൽകുന്നുണ്ട്. ഇത് വളരെ സാധാരണമാണ്. എന്നാൽ ആത്മീയ വൃത്തങ്ങൾക്കുള്ളിൽ മാത്രമേ ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കാറുള്ളൂ. വേറൊരു പുരോഹിതൻ പറഞ്ഞത് ഈ സന്ദേശങ്ങൾ തിരുഹൃദയത്തിന്റെ വെളിപാടുകളാണെന്നും ഇത് ദൈവികമാണെന്നുമാണ്. തുടർന്ന് മിസ്റ്റിക്കായ ഒരു പ്രൊഫസറെ കണ്ട് ആശയവിനിമയം നടത്തുന്നതിനുള്ള മേൽവിലാസവും എനിക്ക് തന്നു. ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അവരുടെ വൃത്തത്തിൽപ്പെട്ട ആളായിരുന്നുവെങ്കിൽ കാര്യങ്ങളെല്ലാം കുറെ കൂടി എളുപ്പമാകുമായിരുന്നു എന്നാണ്. ഞാൻ അവരുടെ ഗണത്തിൽപ്പെട്ട ആളല്ല എന്നതാണ് പ്രധാന സംഗതി. ഞാൻ യേശുവാണ്. വസൂല, എന്നിൽ ആശ്രയിച്ച് വിശ്രമിക്കുക. അല്ലയോ തലമുറയെ, എന്റെ വാക്കുകൾ വായിച്ചു പോലും നോക്കുന്നതിനു മുമ്പ് നിങ്ങൾ മാർക്ക് നൽകി കഴിഞ്ഞു. എന്നെ മഹത്വപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ അറിയാതെ നിന്ദിക്കുകയാണോ? വസൂല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവളെ, എന്നിൽ ആശ്രയിക്കുക. കർത്താവെ, മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ സന്ദേശങ്ങളെക്കുറിച്ച് ഞാൻ സംശയിക്കുമ്പോഴും ഞാൻ അങ്ങയെ മുറിവേൽപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്നാൽ ഞാൻ അങ്ങയെ ഒരിക്കലും മുറിവേൽപ്പിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് താനും. ഈ വിധത്തിലും എനിക്ക് സഹനമുണ്ട്. അല്ലയോ മകളെ, നീ ദുഃഖിക്കരുത്.
സ്നേഹത്താൽ എനിക്ക് മുറിവേൽക്കുന്നെന്ന് നീ ഒരിക്കലും കരുതേണ്ട. നീ എന്നിൽ നിന്ന് ഭക്ഷിക്കുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. ഞാൻ യേശുക്രിസ്തുവാണ്. എൻ്റെ അപ്പമാണ് നീ ഭക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവളെ, നിന്നെ തന്നെ കൂടുതൽ ക്ലേശിപ്പിക്കാതിരിക്കുക. പ്രിയപ്പെട്ടവളെ, എന്നെ വിശ്വസിക്കുക, എൻ്റെ സ്നേഹം അനുഭവിക്കുക. ഞാൻ ഇത്രമാത്രം ബലഹീനയായിരിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ നിന്നോട് പൂർണ്ണമായി ക്ഷമിക്കുന്നു. ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അനുഭവിച്ചറിയുക. നിന്റെ ബലഹീനതയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. വാക്കുകളിൽ വിവരിക്കുവാൻ കഴിയാത്ത നിന്റെ ബലഹീനത തന്നെ. നിന്റെ നികൃഷ്ടത വാക്കുകൾക്ക് അതീതമാണ്. എന്റെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വരിക. നിന്റെ ദേഹി എന്നെ അലിഞ്ഞു ചേരട്ടെ. എന്റെ സ്വർഗമായിരിക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ നിനക്ക് എന്റെ സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.